പുതിയ KPCC പ്രസിഡന്റായി സണ്ണി ജോസഫ് അധികാരമേൽക്കുന്ന ചടങ്ങിൽ അഭിനന്ദനത്തിനൊപ്പം സ്വയം വിമർശനവും ട്രോളുമായി കെ മുരളീധരൻ. ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് പുറത്തുവിട്ട കേന്ദ്ര നേതൃത്വത്തെ മുരളീധരൻ അഭിനന്ദിച്ചു. ബോംബ് പൊട്ടുമെന്ന് തോന്നിയ സമയത്ത് ഒരു ഏറുപടക്കം പോലും പൊട്ടിയില്ല എന്നായിരുന്നു ചുമതല ലിസ്റ്റുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളെക്കുറിച്ച് മുരളീധരന്റെ പ്രതികരണം. KPCC പ്രസിഡന്റ് അടക്കമുള്ളവരെ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് ഹൈക്കമാൻഡിനാണ് അഭിനന്ദനം. യുദ്ധമുണ്ടാകുമെന്ന് കരുതിയ സമയത്താണ് ലിസ്റ്റ് പുറത്തുവിട്ടത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും. കഴിഞ്ഞ കുറച്ച് നാളുകളായി പല മുൻ പ്രസിഡന്റുമാർക്കും ഇതിന് കഴിയുന്നില്ല എന്നും മുരളീധരൻ പറഞ്ഞു. ഇതില് സണ്ണി ജോസഫിനെ അഭിനന്ദിക്കുന്നതിന് മുമ്പ് ആദ്യമായി കോൺഗ്രസ് ഹൈക്കമാൻഡിനെ അഭിനന്ദിക്കുക. കാരണം ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് തന്നെ പുറത്തിറങ്ങി. അതായത് യുദ്ധം ഉണ്ടാകുമോ എന്നുള്ള അന്തരീക്ഷത്തിൽ എല്ലാവരും ഇങ്ങനെ ഭയന്നിരിക്കുമ്പോഴാണ് ഈ ലിസ്റ്റ് പുറത്തു. അതുകൊണ്ട് ബോംബ് പൊട്ടും എന്ന് വിചാരിച്ച സ്ഥാനത്ത് ഒരു പടക്കം പോലും പൊട്ടിയില്ല. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞ ശരിയായ സമയത്ത് ശരിയായ ലിസ്റ്റ് പുറത്തിറങ്ങി. രണ്ടാമത് എനിക്ക് ഈ വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും ചില ആളുകൾക്ക് ചില സമാനതകളുണ്ട്. ഞാൻ സണ്ണിയെയും ഗോവിന്ദമാഷയും കുറിച്ചാണ് പറയാൻ ഉദ്ദേശിച്ചത്. കാരണം ഗോവിന്ദമാഷ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ സണ്ണി ജോസഫ് DCC പ്രസിഡന്റായി. ഇപ്പൊ ഗോവിന്ദമാഷ് സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ്. അതായത് പറഞ്ഞ വിരുദ്ധ ചേരിയിൽ നിൽക്കുമ്പോഴും എല്ലാവരും ഈ ചിലർക്ക് ചില സമാനതകൾ ഉണ്ടാകും എന്ന് പറയാൻ. ഏതായാലും സണ്ണിക്ക് ഞാൻ എല്ലാ ഭാവങ്ങളും നേടുന്നതോടൊപ്പം തന്നെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരുന്ന ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഭാഗ്യം കൂടെ അദ്ദേഹത്തിന് ഉണ്ടാവട്ടെ. കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് അങ്ങനെ ഒരു ഭാഗ്യം പല മുൻ പ്രസിഡന്റുമാർക്കും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവാതെ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ അദ്ദേഹത്തിന് ഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനെല്ലാത്തിനും ഉപരിയായി പണ്ട് ലീഡർ K കരുണാകരൻ പറഞ്ഞൊരു വാചകം ഞാൻ ഓർപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്, നമ്മൾ സീറ്റിന്റെ എണ്ണം നമ്മൾ കൂട്ടി 100 മുതൽ 120 വരെയൊക്കെ കിട്ടും. പക്ഷേ K കരുണാകരൻ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, എലക്ഷൻ ജയിക്കാൻ കള്ള് വേറെ കുടിക്കണം എന്ന് അദ്ദേഹം പറയാം. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാതെ ഈ അന്തരീക്ഷം ഒരു വിജയത്തിലേക്ക് നയിക്കാൻ കഴിയും. അത് അക്കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കാം. എവിടെ കൂടി എല്ലാവരും പ്രതിജ്ഞ എടുത്തിട്ട് ചെയ്യും. അങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ നമുക്ക് നല്ല വിജയം ഉണ്ടാവാൻ കഴിയും. ഏതായാലും K സുധാകരൻ അദ്ദേഹം വളരെ നല്ല രീതിയിൽ 4 വർഷക്കാലം പ്രവർത്തിച്ചു. മാത്രമല്ല പറയേണ്ട അദ്ദേഹത്തിനെ കണ്ടാൽ ഒരു പരുക്കനാണെന്ന് തോന്നുമെങ്കിലും പലപ്പോഴും അദ്ദേഹം ഒരു ലോല ഹൃദയനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ നമ്മളിങ്ങനെ എപ്പോഴും ഒറ്റക്കെട്ടായി എന്ന് പറയണ്ട. അങ്ങനെ അത് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു സംശയം. അങ്ങനെ വേണ്ട, നമ്മളത് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കണം. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പ്രവൃത്തിയിൽ കാണിച്ചു കൊടുക്കും. എല്ലാവരും എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടതാണ്. പിന്നെ ഞാൻ പറഞ്ഞ പുതിയ വർക്കിംഗ് പ്രസിഡന്റുമാർ 3 പേരും നല്ല മിടുക്കന്മാരാണ്. പക്ഷെ ഞാൻ തൃശ്ശൂർക്ക് മാറിയപ്പോൾ എന്റെ ഗ്രാഫും പോയി, കൂടെ പ്രതാപന്റെ ഗ്രാഫും. പക്ഷെ കൊടിക്കുന്നിൽ ഒരു നഷ്ടമില്ല കേട്ടോ. MP എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു പോസ്റ്റേജ്, ഒരു സംശയമില്ല. അതിന്റെ കുറെ മെച്ചങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ തന്നെ നാളെ പെട്ടെന്ന് ഞങ്ങളൊക്കെ ഡൽഹിക്ക് വിളിച്ചു. ഇപ്പോഴത്തെ അവസ്ഥ, എന്റെയൊക്കെ അവസ്ഥ എന്താണെന്ന് പറഞ്ഞാൽ പെൻഷൻ കാശൊന്നും എടുത്തിട്ട് വേണം ടിക്കറ്റ് എടുക്കാൻ. സുരേഷിനൊക്കെ എപ്പോൾ വേണമെങ്കിലും പോവാം, സർക്കാർ ടിക്കറ്റ് എടുക്കും. അതൊരു ഭാഗ്യം തന്നെ. അതുപോലെ തന്നെ മറ്റ് സിദ്ദിഖ് MLA ആണ്, എടുക്കുന്നൊരു കുഴപ്പമില്ല. പക്ഷെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയണം. ഇപ്പം നല്ലൊരു ടീമാണ്. ആ ടീം വർക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ, വോട്ടർ പട്ടികയിൽ ആളെ ചേർത്താൽ നല്ല റിസൾട്ട് നമുക്കുണ്ടാവും. സംശയമൊന്നും വേണ്ട. പിന്നെ സണ്ണി ജോസഫ്, ഞാൻ KPCC പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് സണ്ണിയെ DCC പ്രസിഡന്റാക്കി വെച്ചത്. കാരണം കണ്ണൂരെ അവസാന വാക്ക് സുധാകരൻ ആയതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞു, ആരെ വെക്കണം എന്ന് എന്നോട് പറഞ്ഞാൽ മതി. കാരണം മറ്റാരെ വെച്ചാലും അവിടെ മര്യാദയ്ക്ക്
പോവില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് സുധാകരനോട് ചോദിച്ചു ആരാ പറ്റുക, എന്താ സണ്ണി തന്നെ, എന്താ സംശയം, എന്താ പ്രത്യേകിച്ച് എന്നോട് ചോദിക്കാൻ പറഞ്ഞു. നല്ല രീതിയിൽ അദ്ദേഹം പ്രവർത്തിച്ചു. അപ്പൊ ഈ കെട്ടിടം ഒക്കെ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഇതുണ്ടാക്കാനുള്ള ഫണ്ട് സ്വരൂപിക്കുന്നതിൽ ഒരു പങ്ക് വഹിച്ച ആളാണ് ഇന്ന് ഈ മന്ദിരത്തിന്റെ അധിപനായിട്ട് ഇവിടെ വന്നത്. എല്ലാ ഐശ്വര്യവും ഉണ്ടാവട്ടെ. പിന്നെ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടെ അദ്ദേഹത്തിന് ഓർമ്മിപ്പിക്കുകയാണ്. ഇങ്ങനെ സംസ്ഥാനത്ത് പാർട്ടിയെ ജയിപ്പിക്കാൻ നോക്കുമ്പോൾ സ്വന്തം കോൺസ്റ്റിറ്റ്യൻസിയുടെ കാര്യം കൂടെ ഒന്ന് ശ്രദ്ധിച്ചോണം. പണ്ട് ഡോക്ടർ പരമേശ്വരിക്ക് ഒരു അബദ്ധം പറ്റി. അദ്ദേഹം DCC പ്രസിഡന്റ് ആയിരുന്നു, MLA ആയിരുന്നു. ബാക്കി എല്ലാവരും ജയിപ്പിക്കാൻ ഓടിയപ്പോൾ അദ്ദേഹത്തിന് മാത്രം ജയിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടാകരുത്. സണ്ണിയുടെ കാര്യവും നോക്കണം, കേരളത്തിലെ UDFന്റെ കാര്യവും നോക്കണം. അങ്ങനെ പോകാൻ കഴിയട്ടെ. അടൂർ പ്രകാശിനെ കുറിച്ച് ഞാൻ പറയണ്ട. പാർലമെന്റിൽ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു. നിയമസഭയിൽ 8 വർഷം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചു. അദ്ദേഹം മന്ത്രി ആയിരുന്നപ്പോൾ എൻ്റെ കോൺസ്റ്റിറ്റ്യൻസിയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തന്നിട്ടുണ്ട്. അതൊക്കെ ഞാൻ നന്ദിയോട് കൂടിയിട്ട് ഓർക്കുക. പിന്നെ MMSനെ കുറിച്ച് പറയുന്നു. MMS സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ ഗ്രൂപ്പ്സിനെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് ഒരു എക്സ്പെർട്ടായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. ഞാൻ ഒരു കാര്യം തറപ്പിച്ച് പറയുന്നത്, കഴിഞ്ഞ തവണ 20-ൽ 18 കിട്ടാൻ കാരണം ഇതുപോലുള്ള സോഷ്യൽ മാനേജ്മെന്റ്, അദ്ദേഹം നിശബ്ദരായി നടത്തിയ പ്രവർത്തനങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് പറയാം. പിന്നെ മാത്രമല്ല, രാഹുൽ ഗാന്ധിയോടൊപ്പം ഭാരത് ജോഡോ യാത്രയിൽ മുഴുവൻ നടന്ന സമയത്ത് ഏതാണ്ട് 90% അദ്ദേഹം നടന്നു. 10% നടക്കാത്ത അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടല്ല, രാഹുൽ ഗാന്ധി അദ്ദേഹത്തിനോട് വേഗം കാറിൽ കയറാൻ പറയും. പക്ഷെ എങ്കിലും ഇത്രയും ദൂരം ഈ പ്രായത്തിൽ അദ്ദേഹത്തിന് നടക്കാൻ കഴിഞ്ഞു എന്നത് ഒരു നേട്ടം തന്നെയാണ്. അത് എല്ലാവർക്കും മംഗളം ഭവിക്കട്ടെ, സ്ഥാനം ഒഴിഞ്ഞവരുടെ ഭാവി ശോഭനമാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി.